ഹലോ, ഞാനാണ് കേട്ടോ ഷാഡോ. അപ്പോൾ ഇന്ന് രാവിലെ ഞെളിപരിയൊക്കെ കൊണ്ടിരുന്നപ്പോഴത്തേക്കും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ ഓർത്തിരുന്നപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങാനൊക്കെ ആയിട്ട് സന്തോഷം കൊണ്ട് ഞാൻ കുറച്ച് ഗുസ്തിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു, ഇറക്കട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പോഴത്തേക്കും അതാ അപ്പച്ചി ഇറക്കി. സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം റൗണ്ടൊക്കെ അടിച്ച് നടന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെയൊക്കെ ഓടാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ റൗണ്ട് അടിച്ചു. ഭയങ്കര വേഗത്തിലൊന്നും ഓടിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഓടി അപ്പച്ചിയുടെ മൂട് പോവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ കുഞ്ഞിൻ്റെ ഒരു എല്ലുപോലെ എറിഞ്ഞു കേട്ടോ. അതിനൊരു കിലുക്കാമ്പെട്ടി ഉണ്ടായിരുന്നു, പക്ഷേ ആ കിലുക്കാമ്പെട്ടി ഞാൻ പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ വെച്ച് കളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറമ്പിലേക്ക് വന്നു ഓടി കേട്ടോ. നിങ്ങൾക്കറിയാലോ അത് എന്തിനാണ്. അങ്ങനെ ഇരിക്കണ സമയത്ത് അതാ അപ്പച്ചി വെള്ളം ചീറ്റിക്കുന്നു. എനിക്ക് വെള്ളം ഇഷ്ടമാണേ. ഞാൻ എൻ്റെ മുമ്പിൽ പോയപ്പോൾ അതാ അങ്ങേര് വെള്ളം ഒഴിക്കുന്നു, കുളിക്കാനായിരുന്നേ. എന്നിട്ട് ഞാൻ വിഷമിച്ചിട്ട് ഓടി അങ്ങോട്ട് അവിടെ നിന്ന് ഓടിയിട്ട് തിരിച്ച് വന്ന് പിന്നെ ഞാൻ ചീറ്റിച്ചൊക്കെ കാണിച്ച് എനിക്കറിയാമെന്ന്. പിന്നെ ഇരുന്നാലേ പറ്റൂ, അല്ലെങ്കിൽ മണാവേ. അപ്പം അതുകൊണ്ട് ഞാൻ ഇരുന്ന് കുറേ നേരമൊക്കെ ഇരുന്ന് കുളിച്ച് കഴിഞ്ഞ് ഞാൻ സുന്ദര കുട്ടപ്പനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിച്ച് കുഞ്ഞിൻ്റെയൊക്കെ കാണിച്ച്. അപ്പോഴത്തേക്കും പിന്നെ അതാ എല്ലുപോള് വന്നു. അപ്പം ഞാൻ അതും വെച്ച് കുറച്ച് നേരം കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതാ കുഞ്ഞിൻ്റെ അത് അറിയാണ്ട് വാതിൽ തുറന്നു. ഞാനത് ഇടിച്ച് മറിഞ്ഞ് കയറി അങ്ങോട്ട്. ഇവരെൻ്റെ വീട്ടിൽ കയറ്റത്തില്ലെന്നേ. എന്നിട്ട് കയറിയപ്പോഴത്തേക്കും നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചി അടുക്കളയിൽ നിന്ന് കയറി നോക്കിയപ്പോഴത്തേക്കും നല്ല ചോറുണ്ട് എനിക്ക്. അപ്പം ഞാനവിടെ നൈസായിട്ട് പോയിരുന്ന അവൾ എനിക്ക് സ്നാക്സൊക്കെ തരുവേ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഓടിക്കളിച്ചു. അപ്പോഴത്തേക്കും അപ്പച്ചി പുറത്ത് വാടാന്ന് വിളിച്ചു. ഞാൻ എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ എന്നെ കൂട്ടിക്കേറ്റേ. എന്ത് കഷ്ടമാണ് നോക്കണേ. ഞാൻ അറിയാണ്ട് പോയതാ, കളിപ്പിക്കാനാന്ന് ഓർത്ത്. എന്നിട്ട് ഞാൻ വിഷമിച്ച് അവിടെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മച്ചി കൊണ്ടുവന്നു. എപ്പോഴും ഈ ചോറേ ഉള്ളന്നേ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കഴിച്ച്. അപ്പോഴത്തേക്കും മണ്ടക്കിരിക്കുന്ന വൃത്തിയായിട്ടവളില്ലേ കുർണി, അവളുടെ പേരാണ് കുർണി. അവളെൻ്റെ ചോറ് തിന്നാൻ വരുന്നതാണ്. എനിക്ക് കിട്ടുന്ന എല്ലില്ല, അവൾക്ക് തിന്നണം പോലും. എന്ത് കഷ്ടമാണ്, പിന്നെ എന്ത് പറയാൻ. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലെ. മടുത്തു, ക്ഷീണമായി. ഇനി എനിക്ക് ഉറങ്ങാൻ പോവാട്ടോ ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ വേറെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യണം. ബൈ ബൈ.